ആരാധനാലയങ്ങളും സാമുദായിക സംഘടനകളും അടക്കം കൈവശം വെച്ചിട്ടുള്ള രേഖകളില്ലാത്ത ഭൂമി ഇനി അനായാസം അവർക്ക് പതിച്ചു കിട്ടും. മതിയായ രേഖകളില്ലാതെ സ്ഥാപനങ്ങളും സംഘടനകളും കൈവശം വെച്ചിട്ടുള്ള ഭൂമി പതിച്ചു നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ പരിഷ്കരിച്ച് ഉത്തരവായി. പതിച്ചു നൽകുന്ന 1 ഏക്കർ വരെയുള്ള ഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്കും വേണമെങ്കിൽ മാറ്റി ഉപയോഗിക്കാം. 24 എക്സ്ക്ലൂസീവ്. മതിയായ രേഖകളില്ലാത്ത ഭൂമി കൈവശമുള്ള സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും അവ പതിച്ചു നൽകുന്നതിന് മുൻപ് കർശന ഉപാധികൾ ഉണ്ടായിരുന്നു. ഇത് ലഘൂകരിച്ചാണ് പുതിയ ഉത്തരവ്. 1990 മുൻപ് കൈവശമുള്ള 1 ഏക്കർ വരെയുള്ള ഭൂമി ആരാധനാലയങ്ങൾക്കും ശ്മശാനങ്ങൾക്കും പതിച്ചു നൽകാം. ഈ പതിച്ചു നൽകുന്ന ഭൂമി മുൻപ് വാണിജ്യാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന നിബന്ധനയുണ്ടായിരുന്നു. എന്നാൽ പുതിയ ഉത്തരവിൽ ഈ നിബന്ധന എടുത്തുകളഞ്ഞു. കമ്പോള വിലയടക്കം ഈടാക്കുന്നതിനാൽ വാണിജ്യാവശ്യത്തിന് ഉപയോഗിക്കരുത് എന്ന് പറയാനാകില്ല എന്നാണ് കാരണമായി പറയുന്നത്. ചാരിറ്റബിൾ സ്ഥാപനങ്ങൾക്കാണെങ്കിൽ പഞ്ചായത്ത് പരിധിയിൽ 50 സെന്റും മുനിസിപ്പാലിറ്റിയിൽ 25 സെന്റ് വരെയും കോർപ്പറേഷനിൽ 5 സെന്റ് വരെയും പതിച്ചു നൽകാം. കൈവശമുള്ള ഭൂമിയുടെ കാലപ്പഴക്കമനുസരിച്ച് മതിപ്പ് വിലയുടെ 5% മുതൽ കമ്പോള വില വരെ ഈടാക്കാം. 2000-ന് ശേഷം കൈവശം വരുന്ന ഭൂമിയാണെങ്കിൽ കമ്പോള വില ഈടാക്കും. മുൻപ് സമാന ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച ഭൂമി ഇപ്പോൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിലും കമ്പോള വില വാങ്ങി പതിച്ചു നൽകാമെന്ന വിചിത്ര നിർദ്ദേശവും ഉത്തരവിലുണ്ട്. കലാ, കായിക, സാംസ്കാരിക വായനശാലകൾക്കും മാത്രമായിരുന്നു മുൻപ് ഭൂമി പതിച്ചു നൽകിയിരുന്നത്. എന്നാൽ പുതിയ ഉത്തരവിൽ സാമുദായിക സംഘടനകൾ കൈവശം വെച്ച ഭൂമിക്കും പതിച്ചു നൽകാൻ അനുവാദം നൽകി. മന്ത്രിസഭാ യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഉത്തരവ്. ഇത്തരത്തിൽ അപേക്ഷ ലഭിച്ചാൽ ജില്ലാ കളക്ടറുടെ ശുപാർശ സഹിതം ലാൻഡ് റവന്യൂ കമ്മീഷനിലേക്ക് അപേക്ഷയെത്തും. അതിനുശേഷം സർക്കാരിന്റെ വിവേചനാധികാരം ഉപയോഗിച്ചായിരിക്കും ഭൂമി പതിച്ചു നൽകുന്നതിൽ അന്തിമ തീരുമാനമെടുക്കുക. അതേസമയം വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കാം എന്നുള്ള നിബന്ധന ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.